കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന് ഇടതുപക്ഷത്തോട് വല്ലാത്തൊരു അകൽച്ച വന്നു. ഇതെല്ലാം തുടങ്ങുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ്. പ്രത്യേകിച്ച് വടകര കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജമായി ഉണ്ടാക്കിയ സംഗതിയൊക്കെ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടില്ലേ? ആരാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്? ആ വടകര തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് മ്ലേച്ഛമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരണ പരിപാടി UDF ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഞാൻ പറയും, വടകര എന്ന് വെച്ചാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതായിരുന്നു തോന്നുന്നു ഈ അനുകൂല ഇഫക്റ്റ്. എനിക്കറിയില്ല. അതെ, നോക്കൂ, സാധാരണഗതിയിൽ ഞാനൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ അടിയിൽ ചില കമന്റ്സ് ഒക്കെ മുമ്പ് വരാറുണ്ട്. അവർ പറയുന്ന അങ്ങനെ, ടീച്ചർ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇത് ശരിയല്ല, അല്ലെങ്കിൽ പാർട്ടി ചെയ്തത് ശരിയല്ല, ഇടതുപക്ഷം ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള നമുക്ക് തിരുത്താൻ തോന്നുന്നെങ്കിലും ഉണ്ടെങ്കിൽ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് എന്തൊക്കെ വൃത്തികെട്ട പോസ്റ്റുകൾ. ഞാനതൊന്നും ഇപ്പം പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല, കേട്ടില്ലേ? എനിക്കെതിരെ മാത്രമല്ല, എല്ലാ സ്ഥാനാർത്ഥികൾക്കും. അപ്പം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സമൂഹത്തിന് പൊതുവെ ഒരു അംഗീകാരം ഉണ്ടെന്ന് തോന്നിയാൽ, എനിക്കതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെന്ന് തോന്നിയാൽ ആ വ്യക്തിഹത്യ നടത്താൻ മ്ലേച്ഛമായ ഭാഷയിൽ സംബോധന ചെയ്യുക. ഇത് കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അയ്യോ ഇവരിങ്ങനെയാണ്. രണ്ട് പക്ഷത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ടീച്ചർക്കെതിരെ ആ തരത്തില് കമന്റ് ഇട്ട ഒരാൾക്കെതിരെ, ന്യൂമാഹിക്കാരനായ ഒരാൾക്കെതിരെ കേസ് വരികയും മുസ്ലിം ലീഗുകാരനായ അയാൾക്കെതിരെ നടപടി എടുക്കുകയൊക്കെ ചെയ്തു. അതേപോലെ ഇപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ന്യായീകരിക്കുന്നില്ല. ഈ ഒരു കമന്റ് എന്നെ കുറിച്ച് വന്നപ്പോൾ അതിനൊരു പ്രതികരണം ഇപ്പുറത്തുനിന്നുണ്ടായി. മോശമായ ഭാഷയായിരുന്നു. ഞങ്ങൾ ഉടനെ വിളിച്ചു പറഞ്ഞു, ഇന്ന് അവസാനിപ്പിച്ചോളണം. ആരാണെന്ന് അറിയില്ല, ഈ കുറേ സംഘങ്ങളുണ്ടല്ലോ, ഇന്ന് അവസാനിപ്പിക്കണം, തുടർന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു വർത്തമാനം, ഇങ്ങനെ മോശമായ ഭാഷ ഉപയോഗിക്കരുത് ഇന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും അത് തന്നെയല്ലേ വരുന്നത്. എന്തൊക്കെ കമന്റുകളാണ് അതിനകത്ത് വരുന്നത്? ഈ കാഫിർ ആരും നമുക്കറിയില്ല. കാഫിറായ ഒരാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് പിന്നെ UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് ആരോപിച്ച് ഒരു സംഗതി വന്നല്ലോ, സ്ക്രീൻഷോട്ട് വന്നല്ലോ. വടകരയിലെ CPM പ്രവർത്തകനായ ഒരു അധ്യാപകനാണ് ആ കാര്യത്തിൽ ആരോപണ വിധേയനായത്. ആരോപണ വിധേയനാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇതെല്ലാം ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് വരുന്നത്. ഇപ്പം എനിക്കെതിരെ വന്ന ആരോപണങ്ങളെല്ലാം 2 ദിവസത്തെ ആയുസേ ഉള്ളൂ ഒരു അക്കൗണ്ടിന്. അഭിലാഷ് മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയും വരും എല്ലാവർക്കും എതിരെ. ആരാണെന്ന് കണ്ടുപിടിക്കാൻ പുറപ്പെടുമ്പോഴേക്കും ആ അക്കൗണ്ട് ക്യാൻസൽ ആയിട്ടുണ്ടാവും. ഫേക്ക് അക്കൗണ്ടുകൾ എടുത്ത് നുണകൾ 2 ദിവസം കറങ്ങിയതിന് ശേഷം ആ അക്കൗണ്ട് ക്യാൻസലാക്കുന്ന ഒരു മായാജാലമാണ് ഇവർ ഇതൊരു സംഘമുണ്ട് ഇതിന്. അപ്പോൾ അതിനനുസരിച്ച് ഇത് കണ്ട് സഹിക്കുക വയ്യാതെ ഇപ്പുറത്ത് അതിനേക്കാൾ കടുത്ത ഭാഷയിൽ അങ്ങോട്ട് പ്രയോഗിക്കാൻ ചിലർ മുതിർന്നപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അവർ സ്റ്റോപ്പ് ചെയ്തു ഇതുവരെ. ഇപ്പം നോക്കൂ, ഒരു PPE കിറ്റ് അഴിമതി എന്ന് പറയാറുണ്ട് എന്നെ കുറിച്ച്. എന്താ അതിനകത്ത് വസ്തുത? വളരെ വ്യക്തമായി ഉത്തരം നൽകി. ലോകായുക്തയിൽ കേസ് കൊടുത്തു UDF. ലോകായുക്ത കേസ് തള്ളി. ഇവർ നിരന്തരമായി തെളിവ് ഹാജരാക്കാൻ ലോകായുക്ത ആവശ്യപ്പെട്ടു. ഒരു തെളിവും ഇല്ല അഭിലാഷേ. വില കൂടിയപ്പോൾ വാങ്ങണോ വാങ്ങണ്ടയോ PPE കിറ്റ്? ഇതായിരുന്നു ചോദ്യം. ഞാനല്ല വാങ്ങിയത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള കോർ കമ്മിറ്റിക്കാണ് പർച്ചേസ് ചെയ്യാനുള്ള അധികാരം. പക്ഷെ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അത് ആരോഗ്യമന്ത്രിയുടെ അടുത്തെടുത്തു. നമുക്ക് ഒന്നുകിൽ നിഷേധിക്കാം, അല്ലെങ്കിൽ പറയാം. അത് തെളിയിക്കപ്പെട്ടില്ലെങ്കിലും അതേക്കുറിച്ച് വന്ന ആരോപണം മാർക്കറ്റിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പ്രൊക്യൂർ ചെയ്യാം എന്ന നില ഉണ്ടായിരിക്കെ കൂടിയ പ്രൈസിന് പ്രൊക്യൂർ ചെയ്തു. ആ തെളിവ് ഹാജരാക്കിയോ? എന്തുകൊണ്ടാ? അങ്ങനെ ഒരു കമ്പനി പറഞ്ഞു, പക്ഷെ അതിൽ കാലോറി ഉണ്ടായിരുന്നില്ല, കണ്ണിന്റെ ഗ്ലൗസ് ഉണ്ടായിരുന്നില്ല. അതെടുക്കാൻ പറ്റുമോ നമുക്ക്? ഇത് എന്തിനായി ഇത് ധരിക്കുന്നത്? PPE കിറ്റ് ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് രോഗം വരാതിരിക്കാനാണ്. അത് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ ഉള്ളത് വേണം. നിങ്ങൾക്ക് നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത് മുഴുവൻ കിട്ടിയില്ല. ആ കമ്പനിയുടെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നല്ലത്. അത് എല്ലാവർക്കും വീതിച്ച് കൊടുത്തിട്ട് 50,000 ഓർഡർ ചെയ്തിട്ട് നമുക്ക് 15,000 കിട്ടിയുള്ളൂ. അതിൽ തന്നെ വ്യക്തമല്ലേ? പൈസ ധാരാളം ഉണ്ടാക്കാനാണെങ്കിൽ അവരുണ്ടാക്കിയ പൊട്ടസാധനം വലിയ പൈസക്ക് നമ്മൾ വാങ്ങിയതാണെങ്കിൽ ഇഷ്ടംപോലെ അവർ നമുക്ക് തരില്ലേ? അപ്പോൾ ആ വിലക്ക് അവർ തരുന്നുള്ളൂ. അതൊരു വസ്തുതയാണ്. എന്നിട്ടും ഈ 15,000 വാങ്ങി ലക്ഷക്കണക്കിന് PPE കിറ്റാണ് ഉപയോഗിച്ചത്. വില കയറിയ ഘട്ടത്തിലെ 15,000 കാര്യം ഞാൻ പറഞ്ഞത്. അതായിരുന്നു നല്ലത് ആ സമയത്ത്. അത് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ വേറെ കമ്പനികൾ സ്റ്റിച്ച് ചെയ്ത് എത്തിക്കാൻ തുടങ്ങിയപ്പോൾ മാതിരി നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്തു. വേണമെങ്കിൽ കരാറാണ് അല്ലേ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നൊക്കെ പറയാം. കമ്പനിക്ക് കരാറാണ്. 50,000 അവരുടെ അടുത്ത് വാങ്ങാം, ബാക്കി വെളിയിൽ നിന്ന് വാങ്ങാം. 5,000 നിർത്തി. അതിൻ്റെ അർത്ഥം എന്താ? സിംഗിൾ പൈ, ഒരു പൈസ പോലും അതിനകത്ത് അഴിമതി ഇല്ല. എന്നിട്ട് അത് തെളിയിക്കാൻ അവരുടെ അടുത്ത് എന്താ ഉള്ളത്?